Mains on the rotation motion added to question. 3 point particles of masses 1 kilogram, 1.5 kilogram, 2.5 kilogram are placed at the 3 corners of a right angle triangle of sides 4, 3 and 5 centimeter as shown. The center of mass of the system is a triangle. A triangle is the center of mass. Rotation motion chapter A2 starting part basic direct usage. +1 exam type of question. JEE Mains 25 questions. 1 question. 25 physics question. 1 question. That's a simple question. We will see the question. Center of mass and the questions. Initially, we will see a reference point. The origin point, the axis fix here. The center of mass is concentrate on a point. Now, you have 4 particles space in the center of mass. Center of mass is here. Here is the reference point. Now, a particular point is reference site. Reference site is reference point. The calculations in the values 0 and multiplication symbol. We would have a reference point in the reference axis. That is reference point. E point. That point we question option option 1 kilogram mass with respect to center of mass. 1 kilogram reference. In the position in the position 1 kilogram origin 0 0 0 0 0 ഇത് 3 എണ്ണാണ് ഒരു പ്ലെയിനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 2 സാധനങ്ങളാണെങ്കിൽ ഒരു ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 3 സാധനങ്ങളാണെങ്കിൽ ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. 3ന് മുകളിലുള്ള സാധനങ്ങളാണെങ്കിൽ അത് 3 ഡയമെൻഷനിലാണെങ്കിൽ അത് സ്പേസിലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോ ഇത് 0 0 ആണെങ്കിൽ ഈ പൊസിഷൻ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ അകലെയുള്ള ഈ പോയിന്റ് 3 0 ആയിരിക്കുമല്ലോ. അതേപോലെ ഈ പൊസിഷൻ എന്തായിരിക്കും? 4 സെന്റിമീറ്റർ അകലെ y ആക്ഷൻ ആയതുകൊണ്ട് 0 x y എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരിക? എക്സ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏതൊരു എക്സ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എത്രയാ? ഒന്നാമത്തെ മാസ് ഇൻറ്റു അതിന്റെ x1 അതിന്റെ പൊസിഷൻ, അടുത്ത മാസ് ഇൻറ്റു അതിന്റെ പൊസിഷൻ, അടുത്ത മാസ് ഇൻറ്റു അതിന്റെ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? നമ്മുടെ +1 കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് +1 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. M1 x1 + M2 x2 + M3 x3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. M1 മാസ് തന്നിട്ട് നമുക്ക് എത്രയാണ്? 1. ഇനി വെറും കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. 1 x1 എന്ന് പറയുന്നത് എന്താണ്? 0 പ്ലസ് M2 എന്ന് പറയുന്നത് എത്രയാ? 1.5. അതിന്റെ പൊസിഷൻ എത്രയാണ് മക്കളെ? 3. എന്താണ്? 3. അടുത്ത M3 2.5, x3 0. അപ്പോൾ 2.5 0 the whole divided by 1 plus 1.5 plus 2.5. നമുക്ക് എക്സ്പ്രഷൻ എത്രയുണ്ട്? ഇത് 0. 15 3 45 4.5. ഇത് 0. അപ്പൊ ടോട്ടൽ മുകളിൽ 4.5 വരും. ഡിവൈഡ് ബൈ 1.5 2.5 എന്ന് പറയുന്നത് 4. 4 1 5. 4.5 ഡിവൈഡ് ബൈ 5 അല്ലെങ്കിൽ 2 കൊണ്ട് 2 ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 4.5 9 9 ഡിവൈഡ് ബൈ 10 അല്ലെങ്കിൽ 0.9 സെന്റിമീറ്റർ ഫ്രം 1 കിലോഗ്രാം. അതാണ് എക്സ് പൊസിഷൻ. വൈ പൊസിഷൻ സെയിം രീതിയിൽ തന്നെ ചെയ്യാം. M1 y1 plus M2 y2 plus M3 y3 divided by M1 plus M2 plus M3. ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുന്നില്ല, ഇത്രയേ ഉള്ളൂ. M1 y1, M1 ആരാണ്? 1, y1 ആരാണ്? 0, M2 1.5,
അതിന്റെ y2 അതിന്റെ പൊസിഷൻ എത്രയാണ് 0 പ്ലസ് m3 ആരാണ് 2.5 into y3 എത്രയാണ് 4 the whole divided by total mass already നമ്മൾ കണ്ടു കഴിഞ്ഞു 1 1 2 കൂട്ടി കഴിഞ്ഞാൽ 5 ഇവിടെ ഇതും 0 ഇതും 0 2.5 into 4 2.5 എന്ന് പറഞ്ഞാൽ 2.5 into 4 എന്ന് പറഞ്ഞാൽ 10 divided by 5 10 എത്രയാ 2 so 2 cm from y so ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ the radius of gyration of a uniform rod of length L about an axis passing through a point L by 4 away from the center of the rod and perpendicular it is. Question നന്നായിട്ട് വായിച്ച വളരെ എളുപ്പമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിരൽ ചൂണ്ടുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാരണം മാത്തമാറ്റിക്കലി ഏതൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യയും മാസ് ഓഫ് ദ ഒബ്ജക്ട് അല്ലെങ്കിൽ ബോഡി ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ എന്ന് എഴുതാം I equal to mk സ്ക്വയർ അപ്പോ ഒരു യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടു കഴിഞ്ഞാൽ ആ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയോടെ mk സ്ക്വയർ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ k സ്ക്വയർ നമുക്ക് കിട്ടും ഈ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അങ്ങനെയാണെങ്കിൽ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L about an axis passing through a point നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് അതിന്റെ ആക്സിസ് ഒന്ന് ഫിക്സ് ചെയ്യണം മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അതിന്റെ ആക്സിസ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അപ്പോ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം യൂണിഫോം റോഡ് അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ കീവേഡ്സ് എന്തൊക്കെയാണ് യൂണിഫോം റോഡ് എന്ന് വെച്ചാൽ വണ്ണം മാറാത്ത റോഡ് എല്ലാ ഭാഗത്തും തിക്നെസ് ഒരുപോലെ ഇരിക്കണം യൂണിഫോം റോഡ് ലെങ്ത് L മാർക്ക് ചെയ്യുന്നില്ല എല്ലാം about an axis ആക്സിസ് എങ്ങനെയാണ് passing through a point L by 4 away from the center of road center of roadil നിന്നും L by 4 അകലെയാണ് ഈ ആക്സിസ് അപ്പോ ഈ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കുക ഇവിടെ നിന്നും L by 4 അകലമാണ് ഇങ്ങോട്ടേക്ക് സെൻട്രൽ ആക്സിൽ നിന്നും ഓക്കെ ആണല്ലോ അപ്പോ സെൻട്രൽ ആക്സിസ് എങ്ങനെയാണ് സെൻട്രൽ ആക്സിസ് ഇങ്ങനെയാണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഈസ് അതായത് ആ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ആക്സിസ് എന്നാണ് പറയുന്നത് ഇനി ഈ ആക്സിസിലൂടെയാണ് കറങ്ങുന്നത് റോഡ് അപ്പൊ എങ്ങനെയാണ് ഈ റോഡ് ഇതാണ് നമ്മുടെ റോഡ് വിചാരിക്കുക റോഡിന്റെ സെൻട്രൽ ആക്സിലൂടെയുള്ള റൊട്ടേഷൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് L/4 അകലെ ഇതാണ് L/4 ഇനി ഇതിലൂടെയാണ് കറങ്ങുന്നത് ഇതിങ്ങനെ കറങ്ങും മനസ്സിലായോ ഇങ്ങനെയാണ് ആ റോഡ് കറങ്ങുന്നത് ഫുൾ റൊട്ടേഷൻ ഉണ്ട് ഇവിടെ സ്ഥലമില്ല അപ്പൊ അങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്നാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്യാം ഏറ്റവും ആദ്യം ഇത് സെൻട്രൽ ആക്സിന് പാരലൽ ഈ ആക്സ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെൻട്രൽ ആക്സിന് പാരലൽ ആയിട്ട് ഏത് ആക്സിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനും നമ്മൾ പാരലാക്സ് തിയറമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് പാരലാക്സ് തിയറം moment of inertia of any body about any axis parallel to the central axis is the sum of moment of inertia about the central axis plus total mass of the object a body into ഈ രണ്ട് ആക്സിസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരങ്ങളുടെ സ്ക്വയർ മിനിമം ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ L/4 ആണ് അല്ലെ അപ്പൊ അത് D ആണെന്ന് എഴുതുകയാണെങ്കിൽ ആ D യുടെ സ്ക്വയർ ഇതാണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബോ ദിസ് ആക്സിസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും I0 സെൻട്രൽ ആക്സിലൂടെ ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml² ഡിവൈഡഡ് ബൈ 12 ആണ് ജനറൽ റിസൾട്ട് ആണ് അത് ഇന്റഗ്രേഷൻ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ജനറൽ ഇക്വേഷൻ ആണ് m into d സ്ക്വയർ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ദൂരം d എന്ന് പറയുന്നത് L/4 ആണ് ഈ L/4 ആണ് d ഈ L/4 ന്റെ സ്ക്വയർ എത്രയാവില്ല L² ഡിവൈഡഡ് ബൈ L/4 അല്ലേ L/4 സ്ക്വയർ L² ഡിവൈഡഡ് ബൈ 16 ഇവിടെ രണ്ട് ഭാഗത്തും ml² ഉണ്ട് അല്ലേ ഇവിടെ 12 നമുക്ക് 4 into 3 എഴുതാം 16 എനിക്ക് 4 into 4 എഴുതാം 4 into 3 4 into 4
അപ്പോൾ ഡിവൈഡ് ബൈ 4 കോമൺ ആയിട്ട് പുറത്തത് കൂടെ. അപ്പൊ ഇവിടെ എന്താ അവശേഷിക്കും? 1/3 അവശേഷിക്കും. ഇവിടെ എന്താ അവശേഷിക്കും? 4 പോയാൽ 1/4 അവശേഷിക്കും. അതെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറയുന്നത് ആരാണ്? mk² ആണ്. അപ്പൊ k² = L²/4 ഈ സാധനം 1/3 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 4 3 7 ഡിവൈഡ് ബൈ 3 4 12 7/12 വരും. 7/12 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 7 ഡിവൈഡ് ബൈ 14 48 ഇൻറ്റു എന്ത് വരും? L² വരും. അതാരാ? k². അപ്പൊ k ആരാ? 7 ഡിവൈഡ് ബൈ 48ന്റെ റൂട്ട് ഇൻറ്റു L²ന്റെ റൂട്ട് L. ഇതാണ് ആൻസർ. അപ്പോ റൊട്ടേഷൻ മോഷൻ 3 ക്വസ്റ്റ്യൻ കിട്ടി ഇത്തവണത്തെ JEE മെയിൻസിന്റെ ഷിഫ്റ്റ് 1 പിള്ളേർക്ക്. താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോ അടിപൊളിയായിട്ട് +1 പിള്ളേര് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഗോയിങ് ബാച്ചിനൊപ്പം തന്നെ നമുക്ക് ഒരു NIT ഒക്കെ അഡ്മിഷൻ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. +2 പിള്ളേർക്ക് നന്നായിട്ട് ഇനി പഠിച്ചാൽ തന്നെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് JEEന്റെ അടുത്ത എക്സാം എഴുതാൻ പറ്റും. അപ്പോ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക, എഫേർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.